നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ കഥ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലീനയെ രേവതിക്കുട്ടി വിളിക്കുകയാണ്. പരാതികളും പരിഭവങ്ങളും ആയിരുന്നു രേവതിക്കുട്ടിക്ക്. ഞാൻ വിളിച്ച ഫോൺ എടുക്കുന്നില്ല. പണ്ട് ഓടി വന്ന് ഫോൺ എടുത്തോണ്ടിരുന്ന, ഇപ്പോഴാണെങ്കിലോ എന്തൊരു ജാടയാ. കുറെ സ്വന്തക്കാരെയൊക്കെ കിട്ടിയില്ലേ? കൊട്ടാരം മറ്റത്തുള്ളവര് അങ്ങനെ ആരൊക്കെയാ? ബന്ധുക്കാരെ തട്ടിയത് നടക്കത്തില്ലല്ലോ. അലീന പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ഇതേ സ്മരണ വേണം, ഞാൻ കാരണമാന്ന്. ഞാനല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞേ, ആ കൊട്ടാരം വരത്തേക്ക് പോണെന്നൊക്കെ പറഞ്ഞേ, അതുകൊണ്ടല്ലേ അവരെയും കൂടെ അലീന ചേച്ചിക്ക് കിട്ടിയെന്ന് ചോദിച്ചു. ശരി ശരി, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇപ്പൊ അലീന ചേച്ചിക്ക് എത്ര പേരാ ഉള്ളത്? ആര്? അല്ല, കൊല്ലപ്പള്ളിക്കാരുണ്ട്, കടപ്പാട്ടൂരുകാരുണ്ട്, പിന്നെ കൊട്ടാരമറ്റംകാരുണ്ട്. ബന്ധുക്കളെ തട്ടിയിട്ട് നടക്കത്തില്ലല്ലോ. എനിക്കായിപ്പോ അങ്ങനൊന്നും ആരും ഇല്ലാത്ത. അങ്ങനെ പറയരുത്, നിനക്കുണ്ടല്ലോ ബന്ധുക്കാര്. പിന്നെ അതെ, ഒരു കാര്യം ചെയ്യണം. നിന്റെ ബന്ധുബലം കൂട്ടണമെന്ന് വെച്ചു. കൂട്ടണം, എങ്കിലും ഒരു വഴിയേ ഉള്ളൂ. എന്ത്? ഒരു കാര്യം ചെയ്യോ, എത്രയും പെട്ടെന്ന് നീ ഒരു കല്യാണം കഴിച്ചാൽ മതി. കല്യാണം കഴിക്കാനോ? ആരെ? എടി, എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിച്ചോ? ഓ, മനുവേട്ടനാണോ? മനുവേട്ടനെയാണോ ഉദ്ദേശിച്ചേ? അയ്യോടി, മുറത്തി കയറി കൊത്തല്ലേ. നിന്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്കറിയാം. എന്ത്? അല്ല, ഇടയ്ക്കിടയ്ക്ക് നീ ഫോൺ വിളിച്ച് ഇച്ചിരി കൊച്ചു വർത്താനമൊക്കെ പറയുന്നുണ്ടല്ലോ ചിലരോടൊക്കെ. അപ്പോഴേക്കും രേവതിക്കുട്ടി ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറഞ്ഞു, ആരുടെ കാര്യം പറയണേ? പിന്നെ ഒന്നും അറിയത്തില്ലാത്ത പോലെ. രോഹിയുടെ കാര്യമാണ്. അതെ, പിന്നെ എനിക്കെങ്ങും വേണ്ട ബലാത്സംഗ വീരനെ. അതെ, ഇനി അത് നീ പറഞ്ഞാ മതി. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഓ വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ ഒരു ചീട്ട് ബുക്ക് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ മുൻഗണന കിട്ടും. അവനെ കൊത്തി എടുത്തോണ്ട് പോകാനായിട്ട് പെൺകുട്ടികൾ ക്യൂ നിൽക്കുമെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിക്ക് ചേച്ചിയുടെ ആങ്ങള വലുതായിരിക്കും, കാക്കയ്ക്ക് താൻ കുഞ്ഞു പൊൻകുഞ്ഞു വേണ്ടെന്നല്ലേ? ആ ശരി, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ആ വിഷയം വിട്ടു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് വിടാൻ വരട്ടെ, എനിക്കൊരു ആലോചിക്കാനുള്ള സമയം വേണ്ടേ? ആലോചിക്കാനുള്ള സമയം? ആ ശരി, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതെന്താന്ന് വെച്ചാല്, ഞാൻ അവിടെ ചെന്ന് ആ തള്ളയോട് വഴക്കുണ്ടേ, വൈജയന്തിമാലയോട്. തള്ളയോ? എന്താടി? ഓ, അത് അലീന ചേച്ചിയുടെ അമ്മയാണെന്ന് എനിക്കറിയാം. എന്നാലുവേ അവരുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ. നിങ്ങൾ പിന്നെ അമ്മയെ പെങ്ങും അനുജത്തിമാരും ആങ്ങളെ എല്ലാം ഒറ്റക്കെട്ടാണല്ലോ. നമ്മളാണല്ലോ പുറത്തു നിന്നുള്ളൊരു ശത്രു. നിങ്ങളുടെ എല്ലാവരുടെയും പൊതുശത്രു ഞാനാണല്ലോ. അങ്ങനെയൊന്നും പറയരുത്. അതെ, അമ്മായിമ്മ പോരാരിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടല്ലോ. ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യില്ലേ. പിന്നെ അതിന് ചേച്ചി അവിടെ അല്ല താമസിക്കുന്നേ, ചേച്ചി കുളത്തൂപ്പുഴ വീട്ടിലല്ലേ, പിന്നെ എങ്ങനെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്നേ? വൈജയന്തിമാലയുടെ സ്വഭാവം എനിക്കറിയാം. മിക്കവാറും ശ്രീധനത്തിന്റെ പേരിലായിരിക്കും എന്നെ അവിടെ ഇട്ട് പൊഴിച്ചെടുക്കുന്നേ. അവരുമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിലേ എനിക്ക് സാമാന്യം ഗഡ്സ് വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചിരി വന്നു. അലീന പറഞ്ഞു, അതെ, അങ്ങനെ നിന്നെ ഞാൻ ഇട്ട് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ രോഹിത്തിനോട് പറയും. എന്ത്? രണ്ടടിയും കൂടെ കൂടുതൽ കൊടുക്കാൻ അല്ലേ? ചേച്ചിയുടെ അല്ലേ അനുജന്, എനിക്കറിയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, നീ ആള് കൊള്ളാലോ എന്ന് പറഞ്ഞു. എടി, രോഗത്തിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടംപോലെ ബന്ധുക്കളെ കിട്ടും, നീ അല്ലേ പറഞ്ഞേ? ഓ, അപ്പൊ എനിക്ക് ബന്ധുവീട്ടിലൊക്കെ കയറി ഇറങ്ങി നടക്കാന്നാണ് അലീന ചേച്ചി പറയണേ. അതേന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അലീനയുടെ അടുത്ത് രോഹിത് ഉണ്ടെന്നുള്ള കാര്യമൊന്നും അറിയണ്ടായിരുന്നില്ല രേവതിക്കുട്ടിക്ക്. അലീനയെ കാണാനായിട്ട് രോഹിത്ത് കുളത്തൂപ്പഴയ്ക്ക് വന്നുള്ള കാര്യം അലീന അപ്പൊ പറഞ്ഞതുമില്ല. പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മടി ചോദിച്ചു, അല്ല നീ ഇപ്പൊ രോഹിത്തിനെ വിളിക്കാറുണ്ടോന്ന് ചോദിച്ചു. ഓ, കഴിഞ്ഞ ആഴ്ച വിളിച്ച ആ കൊരങ്ങനെ അങ്ങോട്ടേക്ക് വിളിച്ചാ, ഇങ്ങോട്ടേക്ക് വിളിക്കണമൊന്നുമില്ലെന്നേ. അങ്ങോട്ടേക്ക് വിളിച്ചാ കോൾ എടുക്കും. ഓ, ഭയങ്കര ജാട അഹങ്കാരോ. എന്ത് ചെയ്യാനാന്ന് പറ. വലിയ പുള്ളിയല്ലേന്ന് പറഞ്ഞു. ഞാനൊരാൾക്ക് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അലീന രോഗത്തിന് ഫോൺ കൈമാറി. അങ്ങനെ മരം കൊത്തിന്നൊരു ഒറ്റ വിളിയായിരുന്നു ഫോണിൽ കൂടെ. അപ്പൊ രോഹിത്ത് രേവതിക്കുട്ടിയെ മരം കൊത്തിന്നാ വിളിക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി ഞെട്ടിപ്പോയി. വീരനോ? അതെ, വീരനാ. നിനക്കെന്താടി ഷോക്ക് അടിച്ചോന്ന് ചോദിച്ചു. അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, ഇനി എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കുന്നു. അല്ല, അലീന ചേച്ചിക്ക് ഒന്ന് ഫോൺ കൊടുത്തേ പ്ലീസ്. അതെ, നമ്മൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞില്ലോ, അതിനുശേഷം കൊടുക്കാം. രോഹിട്ടാ പ്ലീസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ അലീനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. എന്താ മോളെ? അല്ല, അലീന ചേച്ചി ഇപ്പൊ എവിടെയാ? കുളത്തൂപ്പുഴ വീട്ടിലാണോ അതോ കടപ്പാട്ട് വീട്ടിലാണോ? കുളത്തൂപ്പുഴ വീട്ടില്. സത്യം പറ അലീന ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ. അല്ല, അപ്പൊ രോഹിയേട്ടൻ അവിടെ എങ്ങനെ വന്നു? അതെ, അവൻ എന്നെ കാണാൻ വേണ്ടി വന്നാ. അല്ല, അപ്പൊ രോഹിയേട്ടന്റെ സ്ഥലമൊക്കെ അറിയായിരുന്നോ? അച്ഛൻ കൊണ്ടേ വിട്ടതാ. അല്ല, അപ്പൊ ഇപ്പം അലീന ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ രോഹിയേട്ടൻ കേട്ടില്ലേ? ഞാൻ ഫോണെ ലൗഡ് സ്പീക്കറിൽ ഇട്ടിരിക്കുവായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിപ്പോയി രേവതിക്കുട്ടിക്ക്. നാണക്കേടായിപ്പോയി. ഇനി ഞാൻ എങ്ങനെ രോഹിയേട്ടന്റെ മുഖത്ത് നോക്കും? തൽക്കാലത്തേക്ക് നീ നോക്കണ്ട. പിന്നെ അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തൽക്കാലത്തേക്ക് നീ നോക്കാൻ പോണ്ട.
പിന്നെ അവനെന്റെ അനുജനല്ലേ, അവനതെല്ലാം സഹിച്ചെന്ന് പറഞ്ഞു. അല്ല, അലീന ചേച്ചിയെ കാണാനായിട്ട് വന്നാണെങ്കിൽ രോഹിയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് ചോദിച്ചു. എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് പറഞ്ഞു. കാരണം വൈജയന്തിയുടെ മോളാണ് അലീന എന്നുള്ള സത്യം അറിഞ്ഞെന്നാണ് രേവതിക്കുട്ടിയുടെ ചോദ്യം. രേവതിക്കുട്ടിക്ക് അതറിയാനായിരുന്നു ആകാംക്ഷ. അതെ, ഞാൻ പിന്നെ വിളിച്ച എല്ലാ കാര്യങ്ങളും നിന്നോട് വിശദമായിട്ട് പറയാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അലീന കോള് കട്ട് ചെയ്തു. രേവതിക്കുട്ടിക്ക് ആ പാടൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. ആകെപ്പാടെ നാണക്കേടായി പോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. മുറ്റത്ത് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രോഹിത. അപ്പോഴേക്കും അലീന അങ്ങോട്ട് ഓടി വന്നു. ദേ, നിന്നെ വിളിക്കുന്നുണ്ട്. ആരാ? അച്ഛനാ ഫോണില് എന്ന് പറഞ്ഞു. എന്താച്ചാ കാര്യം എന്താന്ന് ചോദിച്ചു. എടാ, നീ എപ്പോഴാ വരുന്നേ? ഉച്ച കഴിഞ്ഞിട്ട് വന്നാ പോരെ അച്ഛാ. അലീന ചേച്ചിയുടെ അടുത്ത് അത്ര സമയം കൂടെ എനിക്കിരിക്കാലോ. ദേ, നിന്റെ അമ്മ ഇവിടെ കിടന്ന് ബേളം വെച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ നേരത്തെ വരാന്ന് പറഞ്ഞു. അലീന ചോദിച്ചു, എന്താ നേരത്തെ ചെല്ലണമെന്ന്? അച്ഛനോട് അമ്മ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുവന്ന്. ശരിയാ, അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെ വിളിച്ചല്ലേ, പിന്നെ അച്ഛൻ വിളിക്കത്തില്ലല്ലോ. അങ്ങനെ പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അലീന രോഹിത്തിനെയും കൂട്ടി തോട്ടമൊക്കെ കാണിക്കാൻ പോയി. അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം അലീന പറഞ്ഞു, ഉച്ചൂണ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. പോകുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമമായിരുന്നു രോഹിത്തിന്. ചേച്ചി അവിടെ താമസിക്കേണ്ട അല്ലേന്ന് ചോദിച്ചു. സാരമില്ലടാ മോനെ, എന്നാലും ചേച്ചിക്ക് നീതി കിട്ടിയില്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് അലീന പറഞ്ഞു. ഇപ്പം അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ രോഹിത്തിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാലോ, എന്നാലും ചേച്ചിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലടാ, നീ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് പോരെ, പപ്പാട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാന്ന് പറഞ്ഞു. നീ വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ രോഹിത്തിനെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് പിന്നീട് വീട്ടിലേക്ക് വരുവാണ്. വൈജയന്തി പോയി രോഹിത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് വ്യക്തമായൊരു മറുപടി രോഹിത് പറഞ്ഞില്ല. അതിന് പകരം വൈജയന്തിയെ ചോദ്യം ചെയ്തിട്ട് രോഹിത് അകത്തേക്ക് കയറിപ്പോയി ദേഷ്യത്തോടെ കഥ അടയ്ക്കുകയാണ്. കൃഷ്ണമോളും ബബിതയ്ക്ക് അന്തം വിട്ടാണ് വൈജയന്തിയെ നോക്കുന്നത്. ഒന്നും മനസ്സിലായില്ല. കാരണം അമ്മയെ ആകെപ്പാടെ ഞെട്ടി വിറച്ച് നിൽക്കുവാന്ന് മനസ്സിലായി. ഒടുവില് കൃഷ്ണമോൾ ചോദിച്ചു, അല്ല അമ്മ എന്തിനാ അമ്മ രോഹിത്തേട്ടനെ ചോദ്യം ചെയ്യാൻ പോയത്? പിന്നെ അവന്റെ ധിക്കാരം കണ്ടില്ലേ? ഇന്നലെ അവൻ എവിടെയായിരുന്നു അവന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ല, അച്ഛന്റെ കൂടെയല്ലേ രോഹിത്തേട്ടൻ പോയത്? അപ്പൊ എന്തുകൊണ്ട് അമ്മ ചോദിച്ചില്ല അച്ഛൻ തിരികെ വന്നു കഴിഞ്ഞപ്പോ രോഹിത്തേട്ടൻ എവിടെയാന്ന്? പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. എങ്കിൽ പിന്നെ രോഹിത്തേട്ടൻ എന്തിനാ കുറ്റം പറയണേ എന്ന് ചോദിച്ചു. പിന്നെ അവനോട് ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ തന്നെ അവന്റെ അഹങ്കാരം കണ്ടില്ലേ? രണ്ടറത്തിന്റെ കുറവ് അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം അവൾ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം അലീനയെ കുറ്റപ്പെടുത്തുന്നേ. കൃഷ്ണമോള് പറഞ്ഞു, അമ്മ എന്തിനാ അമ്മേ പാവ അലീന ചേച്ചിനെ കുറ്റപ്പെടുത്തുന്നേ? അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അല്ല, അമ്മ ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? രോഹിത്തേണ്ണ അങ്ങനെ ഇപ്പൊ ഒരു ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോവാറ് പോലുമില്ല. പിന്നെ അച്ഛനല്ലേ കൊണ്ടുപോയത്. അപ്പൊ പിന്നെ അച്ഛനോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള വിവരം അറിയായിരുന്നു. അമ്മ ഇങ്ങനെ രോഹിത്തേട്ടൻ വരുന്നോടം വരെ ഇങ്ങനെ ഇരുന്നിട്ട് രോഹിത്തേട്ടനോട് ദേഷ്യപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്കറിയാടി, എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ അങ്ങനെ വട്ട് കളിക്കാനും നോക്കണ്ട. ദേഷ്യപ്പെട്ട് വൈജയന്തി മുറിയിലേക്ക് കയറിപ്പോയി. പക്ഷെ വൈജയന്തിയുടെ മനസ്സ് നിറയും രോഹിത്തിന്റെ വാക്കുകളായിരുന്നു. അമ്മയ്ക്ക് നെഞ്ച് കൈ വെച്ച് പറയാൻ പറ്റുമോ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്? എന്റെ കണ്ണിലേക്ക് നോക്കി പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ രോഹിത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈജയന്തിയോട്. കാരണം രോഹിത്തിന് ഇഷ്ടപ്പെട്ടില്ല വന്നു കഴിഞ്ഞപ്പോൾ വൈജയന്തി ചോദ്യം ചെയ്തത്. അതിനെ അവൻ എതിർക്കുക ചെയ്തേ. കാരണം രോഹിത്തിന്റെ മനസ്സ് നിറയും അലീനയായിരുന്നു. അലീനയോട് നീതി കാണിച്ചില്ല തന്റെ അമ്മ. അലീന ചേച്ചിയുടെ നീതി കാണിച്ചില്ല. അലീന ചേച്ചി ഇവിടെ കഴിയേണ്ടതായിരുന്നു. ഇത്രയും കാലം ഓർഫനേജിൽ കഴിഞ്ഞു. അതിനെല്ലാം കാരണം തൻ്റെ അമ്മയാന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അങ്ങനെ മകൻ അമ്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടുവാണ്. വൈജയന്തി ആകെപ്പാടെ വല്ലാതെ ഞെട്ടി വിറച്ചിരിക്കുക. ഇനിയിപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തേലും ഉണ്ടോ? ആഗ്രഹമുള്ള കഥകളൊക്കെ അവൻ അറിഞ്ഞു കാണുമോ എന്നൊരു ചിന്തയായിരുന്നു വൈജയന്തിയുടെ മനസ്സിൽ. അങ്ങനെ ഒന്ന് പൊട്ടിക്കരയണമെന്ന് വൈജയന്തിക്ക് തോന്നി. കുറേ കാലങ്ങൾക്ക് ശേഷം വൈജയന്തി അവിടെ ഇരുന്ന് കരയുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.